വ്യാഴം രാശിചക്രത്തിൽ മുഴുവൻ സഞ്ചരിക്കാൻ എടുക്കുന്ന കാലം 12 വർഷമാണ്. അഥവാ സൂര്യന് ചുറ്റും ഒരു നമ്മുടെ ഭൂമി 365 ദിവസം കൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഭൂമിയുടെ കണക്കിലുള്ള 12 കൊല്ലം കൊണ്ടാണ് വ്യാഴം ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റണം. അത് വ്യാഴത്തിൻ്റെ ഒരു കൊല്ലം പറഞ്ഞാൽ നമ്മുടെ 12 കൊല്ലമാണ്. അപ്പോൾ വ്യാഴം ചുറ്റി ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അടുത്ത പോയിന്റിലേക്ക് അടുത്ത് വീണ്ടും അതേ പോയിന്റിലേക്ക് സൂര്യനെ ചുറ്റി വരാൻ എടുക്കുന്ന സമയം 12 വർഷമാണ്. ഈ കാലം കൊണ്ട് ഈ 12 രാശികളിൽ കൂടി മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം ഇതിൽ കൂടെ മുഴുവൻ വ്യാഴം സഞ്ചരിക്കുകയും ചെയ്യും. അത് ആ സഞ്ചാരകാലത്തിൽ ഓരോ പർട്ടിക്കുലർ പോയിന്റിൽ വരുമ്പോൾ സൂര്യൻ എവിടെയാണ്, ചന്ദ്രൻ എവിടെയാണെന്നുള്ളതും കൂടെ അനുസരിച്ചിട്ടാണ് കുംഭം വരുന്നത്, കുംഭമേള നടത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അതിനൊരു ശ്ലോകമുണ്ട്. പദ്മിനി നായകേ മേഷേ കുംഭരാശി ഗതേ ഗുരോ ഗംഗാദ്വാരേ ഭവേദ്യോഗ കുംഭനാമ തഥോത്തമ. എപ്പോഴാണോ വ്യാഴം കുംഭരാശിയിൽ അഥവാ ഇംഗ്ലീഷിൽ പറഞ്ഞ അക്വാറിയസിൽ കയറുന്ന സമയം, അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും മേടം രാശിയിലും ധനുരാശിയിലുമായിട്ട്, സൂര്യൻ മേടരാശിയിലും ധനുരാശിയിൽ ചന്ദ്രനും പ്രവേശിക്കുന്ന സമയത്ത് ഹരിദ്വാരത്തിൽ കുംഭമേള നടക്കണം. അപ്പോൾ ഹരിദ്വാറിലെ കുംഭമേള നടക്കണതിൻ്റെ കണക്ക് ഇതാണ്. എപ്പോഴും ആദ്യം ഹരിദ്വാര പറയുക, പിന്നെയാണ് അടുത്ത സ്ഥലം പറയുള്ളൂ. അതിന് ശേഷമേ പ്രയാഗ്രാജ് പറയുള്ളൂ. ഹരിദ്വാരച്ച ഹരിയുടെ വിഷ്ണുവിങ്കലേക്കുള്ള ഗേറ്റ് എന്നർത്ഥം, ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഗേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വ്യാഴം അഥവാ ബൃഹസ്പതി കുംഭരാശിയിലേക്ക് അഥവാ അക്വാറിയസിലേക്ക് പ്രവേശിക്കുമ്പോൾ, സൂര്യൻ മേടത്തിലേക്ക് ആരീസിലേക്ക് പ്രവേശിക്കുമ്പോൾ, ചന്ദ്രൻ ധനുരാശിയിലേക്ക് സാജിറ്റാറിയസിലേക്ക് പ്രവേശിക്കുമ്പോൾ ആണ് ഹരിദ്വാരത്തിൽ കുംഭമേള നടക്കുക. മകരേജ ദിവാനാഥേ ഹംജകേജ ബൃഹസ്പതൗ കുംഭ യോഗോ ഭവേത്തത്ര പ്രയാഗേ ഹ്യതി ദുർലഭ. മേഷരാശി ഗതേ ജീവേ മകരേ ചന്ദ്രഭാസ്കരൗ അമാവാസ്യ തഥാ യോഗ കുംഭസ്യവസ്ഥീർത്ഥനായകേ. വ്യാഴം എടവം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതേപോലെ സൂര്യനും ചന്ദ്രനും മകരം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രയാഗ്രാജിൽ കുംഭം നടക്കണമെന്ന് ഇപ്പം നടക്കണത് അതാണ്. വ്യാഴം എടവം രാശി, അതായത് ഋഷഭരാശി ടോറസ്, സൂര്യൻ കാപ്രിക്കോണിലേക്ക് മകരത്തിലേക്ക്, ചന്ദ്രനും കാപ്രിക്കോണിലേക്ക് മകരത്തിലേക്ക്. ചന്ദ്രൻ സൂര്യൻ ഒരേ രാശി വന്ന അമാവാസിയായി. അപ്പോഴാണ് പ്രയാഗ്രാജിൽ നടക്കുന്നത്. പ്രയാഗ്രാജിൻ്റെ വിശേഷത്തിലേക്ക് വരാം, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത 2 കൂട്ടരെയും കൂടെ നോക്കാം. ത്രയംബകേശ്വരും അത് നാസിക്കും ഉജ്ജയിനിയും കൂടെ നോക്കാനുണ്ട്. സിംഹരാശി ഗതേ സൂര്യേ സിംഹരാശൗ ബൃഹസ്പതൗ ഗോദാവര്യാ ഭവേത് കുംഭോ ജായതേ ഖലു മുക്തിദ. വ്യാഴം സിംഹരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ലിയോയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ജൂപ്പിറ്റർ ലിയോയിലേക്ക് പ്രവേശിക്കുമ്പോൾ അഥവാ സിംഹരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, സൂര്യൻ അതുപോലെ ചന്ദ്രൻ ഇവർ രണ്ടുപേരും കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാസിക്ക് അഥവാ ത്രയംബകേശ്വരത്ത് കുംഭം നടക്കണമെന്നാണ്. അപ്പോൾ അവിടെ കുംഭമേള വരേണ്ടത് അപ്പോഴാണ്. ഇതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട്. പിന്നെ മേഷരാശി ഗതേ സൂര്യേ സിംഹരാശോ ബൃഹസ്പതോ ഉജ്ജയിന്യാം ഭവേത് കുംഭ സദാമുക്തിപ്രദായക. വ്യാഴം ജൂപ്പിറ്റർ ചിങ്ങത്തിൽ കയറുമ്പോൾ, സിംഹരാശിയിൽ വരുമ്പോൾ, ലിയോയിൽ വരുമ്പോൾ, അതേമാതിരി സൂര്യനും ചന്ദ്രനും മേടത്തിൽ വരുമ്പോൾ, ആരീസിൽ വരുമ്പോൾ
ഉജ്ജയിനിയിൽ കുംഭം നടക്കണമെന്നാണ്. ഈ ത്രയംബകേശ്വർ നാസിക്കിലത്തെ അതുമാതിരി ഉജ്ജയിനിത്തെയും കുംഭങ്ങൾക്ക് സിംഹസ്ഥ കുംഭം എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ ഈ വ്യാഴം ചിങ്ങത്തിലാണ് കയറുന്നത്, സിംഹരാശിയിൽ കയറുന്നതുകൊണ്ട് ഈ രണ്ട് കുംഭങ്ങളുടെയും പേര് സിംഹസ്ഥ കുംഭം എന്നാണ് പറയുക. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ അർദ്ധകുംഭമായിട്ട് 6 കൊല്ലം കൂടുമ്പോൾ നടത്തുന്ന പരിപാടി ഹരിദ്വാറിലും പ്രയാഗത്തിലും മാത്രമേ ഉള്ളൂ. മറ്റ് 2 സ്ഥലത്തും ഇല്ല. അവിടെ 12 കൊല്ലം കൂടുമ്പോൾ തന്നെ ഇത് നടക്കുകയുള്ളൂ. കാരണം അതാ രാശിയുടെയും കൂടെ കാരണങ്ങളുണ്ട് അതിൽ. ഹരിദ്വാരത്തിൽ കുംഭം നടക്കുന്നത് ഗംഗാമാതാവിൻ്റെ മടിത്തട്ടിലാണ്, ഗംഗയിലാണ് കുംഭം. നാസിക്കിൽ പ്രയാഗ്രാജിലാവുമ്പോൾ ഗംഗയും യമുനയും രഹസ്യമാർഗത്തിൽ കൂടെ, അതായത് കാണാൻ പറ്റാത്ത രൂപത്തിൽ ഗുപ്ത സരസ്വതിയായിട്ട് വരണ സരസ്വതി ദേവിയുടെയും കൂടെയുള്ള ത്രിവേണി സംഗമത്തിലാണ് കുംഭം നടക്കുന്നത്. നാസിക്കിൽ ഗോദാവരി നദിയിലാണ് കുംഭം നടക്കുന്നത്. ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദിയിലാണ് കുംഭം നടക്കുന്നത്. ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്.